الحمد لله نحمده ونستعين به ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചത്. വെള്ളിയാഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ സ്വലാത്തുൽ ജുമുഅ, ജുമുഅ നമസ്കാരമാണ്. ജുമുഅ നമസ്കാരത്തിന്റെ മുമ്പ് 2 ഖുതുബയും ഇമാം നിർവഹിക്കണം. ഇത് ളുഹ്റല്ല, ളുഹ്റിന് പകരമുള്ളതും അല്ല. സാധാരണ അങ്ങനെ ഒരു പറയാറുണ്ട്, മഅ്ശർ വിളിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും, അൽ ഖുതുബത്തു തഖൂമു മഖാമ റകഅത്തൈനി മിനൽ ഫർദ്. ഫർളിന്റെ 2 സ്ഥാനത്ത് നിൽക്കും. 4 റകഅത്തുള്ളതിന്റെ ഖുതുബക്ക് വേണ്ടി ചുരുക്കിയതാണ്. അങ്ങനെയൊന്നും അല്ലെങ്കിലും പ്രധാനപ്പെട്ട അമലായിട്ടാണ് ഖുതുബയെ അള്ളാഹു പരിഗണിച്ചിട്ടുള്ളത്. അതൊരു ഇബാദത്തിന്റെ പ്രസംഗമാണ്. അള്ളാഹു പറഞ്ഞത് ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, എപ്പോ ബാങ്ക് കൊടുത്താലും പള്ളിയിലേക്ക് പോകണം. അതൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. പ്രത്യേകമായി അള്ളാഹു പറഞ്ഞത് വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് വിളിച്ചാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് വരണം എന്ന്. ഫസ്ഔ എന്നാണ്, വേഗത്തിൽ വരണം എന്ന്. അത് ലാസ്റ്റ് ടൈമാണ്. അതിന്റെ ശേഷം വന്നിട്ട് കാര്യമല്ല എന്നാണ് അർത്ഥം. വദറുൽ ബൈ, കച്ചവടം ഉപേക്ഷിക്കുക. ഏറ്റവും അവസാനത്തെ ടൈമാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഖുതുബയിലേക്ക് വരണം എന്ന്. ദിക്ർ എന്നതിന് എല്ലാ മഹാന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത് ഖുതുബ കേൾക്കാൻ വരണമെന്നാണ്. കാരണം അതൊരു നിർബന്ധമായ കാര്യമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായി ഉയരാനും പഠിക്കാനും നന്നാകാനുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു സംഘത്തെ തന്നെ എടുത്തത് പ്രവാചകന്റെ ഖുതുബയിലൂടെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജുമുഅക്ക് വരവ് നിർബന്ധമാണ്. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള തക്ലീഫുള്ള എല്ലാവർക്കും. നിർബന്ധമില്ലാത്തത് ഒന്ന് സ്ത്രീകള്. സ്ത്രീകൾക്ക് ജുമുഅക്ക് വരൽ നിർബന്ധമില്ല. കുട്ടികൾ നിർബന്ധമില്ല. യാത്രക്കാര് നിർബന്ധമില്ല. രോഗികൾ നിർബന്ധമില്ല. അല്ലാത്തവർക്കൊക്കെ, ഭ്രാന്തന്മാര്, അവർക്ക് നിർബന്ധമല്ല. മാനസികമായിട്ട് തക്ലീഫില്ലാത്തവരാണ്. പക്ഷെ ഇവര് ജുമുഅ നിസ്കരിച്ചാൽ അത് മതി. സ്ത്രീകൾ പള്ളിയിൽ വന്ന് ജുമുഅ നിസ്കരിച്ചാൽ അത് മതി. പിന്നെ ളുഹർ നിസ്കരിക്കണ്ട. കുട്ടികൾ വന്ന് നിസ്കരിച്ചാൽ അത് മതി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൊക്കെ അത് വേറൊരു വിഷയമാണ്. സ്ത്രീകള് പ്രവാചകന്റെ കൂടെ തന്നെ ജുമുഅകളിലും ജമാഅത്തിലും പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നാണ്. പല സഹാബ വനിതകളും ഖുർആൻ പഠിച്ചത് തന്നെ പ്രവാചകന്റെ ഖുത്ബ കേട്ടിട്ടാണ്. നമ്മളിപ്പോഴും തർക്കം തീർന്നിട്ടില്ല. ഒരു മസ്അല പോലും ഉണ്ട്, ഷാഫിഈ മദ്ഹബിലാണെന്നാണ് എന്റെ ഓർമ്മ. വെള്ളിയാഴ്ച ദിവസം സ്ത്രീകള് ളുഹ്ർ നിസ്കരിക്കുന്നത് അല്പം വൈകിക്കണം എന്നാണ്. എന്താന്ന് വെച്ചാല് അഥവാ ജുമുഅക്ക് പോകാൻ സൗകര്യം കിട്ടിയാലോ, അപ്പൊ അതുകൊണ്ട് ബാങ്ക് കൊടുത്താൽ തന്നെ നിസ്കരിക്കേണ്ട, ജുമുഅക്ക് പോകാൻ സൗകര്യം കിട്ടൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മതി വീട്ടിൽ നിസ്കരിക്കുക എന്നവരെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ ദുനിയാവില് ലോകത്ത് പ്രധാനപ്പെട്ട 3 പള്ളികളാണുള്ളത്. ആ 3 പള്ളികളിലും പെണ്ണുങ്ങൾക്ക് പ്രവേശനം ഉണ്ട്. ഹറമിലും, മസ്ജിദുൽ ഹറാമിലും, മസ്ജിദുൻ നബവിയിലും, ബൈത്തുൽ മുഖദ്ദസിലും. നമ്മുടെ നാട്ടില് ഇപ്പോഴും ആയിട്ടില്ല. പറഞ്ഞിട്ട് അവസാനം യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ പാസ്പോർട്ടും ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇപ്പോ അത് മാറ്റി, യാത്രക്കാര് മാറ്റിയിട്ട് ഇപ്പൊ സ്ത്രീകൾക്കുള്ള സ്ഥലം എന്നാക്കിയിട്ടുണ്ട്. അതന്നെ അൽഹംദുലില്ലാ വലിയ മാറ്റാണ്. അങ്ങനെങ്കിലും ഉണ്ടല്ലോ. അത് ഒഴിച്ചു കൊണ്ടുപോയി കത്തപ്പര ഉണ്ടാക്കും പോലെ ഉണ്ടാക്കൊന്നും വേണ്ട. അതൊക്കെ പള്ളിയിൽ തന്നെ ഒരു ഭാഗത്തുണ്ടായാൽ മതി. ഇൻഷാ അല്ലാഹ് ശരിയാവും. സ്ത്രീകള് നന്നായാൽ നമുക്കറിയാലോ, ഒരാളൊരു ഖുത്ബ കേൾക്കുന്നതിനേക്കാൾ ഒരാണ് കേൾക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ഉപകാരപ്പെടും ഒരു പെണ്ണ് ഒരു നല്ല നിലയ്ക്ക് 4 കാര്യങ്ങൾ കേട്ടാൽ. നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് അല്ലാത്തവരൊക്കെ ജുമുഅക്ക് നിർബന്ധമായും പങ്കെടുക്കണം. ഒരു വിട്ടുവീഴ്ചയും അതിലില്ല. ഷെയ്ഖ് ഇബ്നു ബാസിനോട് ഒരു ഫത്വ ചോദിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് പോകാൻ ഒരു നിവൃത്തിയില്ല, ജോലി തിരക്കാണ്, എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞത് ജുമുഅക്ക് പോകണം. ലീവ് ഉണ്ടെങ്കിൽ ലീവ് എടുക്കണം, എന്നിട്ട് പോണം. കാഷ്വൽ ലീവ് ഉണ്ടെങ്കിൽ. അപ്പൊ ശമ്പളം പോവില്ല, ലീവേ പോവുള്ളൂ. കാഷ്വൽ ലീവ് കിട്ടിയിട്ടില്ലെങ്കിൽ ലോസ് ഓഫ് എടുത്തു പോണം എന്നാണ്. LW ലീവ് വിത്തൗട്ട് അലവൻസ്. അത്രയും വേണമെന്നാണ്. കാരണം അത്രയും പ്രധാനമുള്ളതാണ് ജുമാസ്കാരം എന്ന് പറയുന്നത്. ഇത് നിർബന്ധമാകാൻ തന്നെ ഒരു കാരണമുണ്ട്. യഹൂദികളൊക്കെ പരിഹസിക്കാൻ തുടങ്ങി, ഞങ്ങൾക്ക് ശബ്ബത്തുണ്ട് നിങ്ങൾക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ജുമാ നിർബന്ധമായിട്ടുള്ള ആയത്തുകളൊക്കെ ഇറങ്ങണത്. നഹനുൽ ആഖിറൂനൽ അവ്വലൂന യൗമൽ ഖിയാമ. അവസാനമായി ജുമാ എന്ന ദിവസം കിട്ടിയതിൽ അവസാനം കിട്ടിയ പാർട്ടി നമ്മളാണ്. പക്ഷേ അന്ത്യനാളിൽ ഏറ്റവും ആദ്യമായി വിചാരണയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മിൽ നിന്നാണ് തുടങ്ങുക എന്നർത്ഥം. അപ്പൊ നിർബന്ധമായിട്ട് വരണം. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. യഹൂദികളും നസ്രാണികളൊക്കെ അവരുടെ ശബ്ബത്ത് ആചരണത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും കൊടുക്കൂല എന്നുള്ളതാണ്. അന്ന് നിങ്ങൾ എന്തെന്നെ തലകുത്തി മറിഞ്ഞാലും അവരുടെ ശബ്ബത്ത് മുടക്കിയിട്ട് ഒരു പണിക്കും അവർ പോകില്ല. അത് അവരുടെ മതത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ ആ പള്ളികൾക്ക് വരവും പോക്കും തന്നെ അങ്ങനെ കണ്ടാല് വേണോ വേണ്ടേ, എന്നാ പോയി, എന്നാ പോയോ, എന്നാ പോയിട്ടില്ല, ഇങ്ങനെയൊക്കെ ഒരു തരം അലംഭാവമാണ്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ കാണുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് നമ്മോട് ബഹുമാനമില്ലെങ്കിൽ മറ്റുള്ളവര് നമ്മെ ബഹുമാനിക്കൂല. പ്രാവശ്യം നോക്കൂ, നിങ്ങൾ തെരഞ്ഞെടുപ്പ് നമുക്കൊന്ന് ഓർമ്മ വെച്ചിട്ടുണ്ടായിട്ടില്ല. വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് വെച്ചപ്പോ എല്ലാ സംഘടനകളും, മതേതര നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരും അപേക്ഷ കൊടുത്തു, ഒന്ന് മാറ്റണം. പ്രശ്നമുണ്ടായില്ല, മാറ്റിയില്ല. നമുക്കത്ര അപ്പൊ അതനുസരിച്ച് നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കി. നമ്മൾ ഇതിന് ഗൗരവത്തെ, നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തിനും ജുമാക്കും ഗൗരവം കാണാത്തിടത്തോളം കാലം മറ്റുള്ള മതക്കാരൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള ആദർശക്കാരൊക്കെ നമ്മളോട് ബഹുമാനം കാണുന്നു വിചാരിക്കുന്നുണ്ടോ?
ഞായറാഴ്ച ഒരു പരിപാടി വെച്ച് നോക്കി, ശബ്ബത്ത് മുടക്കിയിട്ട് ഒരൊറ്റ യഹൂദിനെയും കിട്ടൂല. എനിക്കറിയാം, ഇസ്രായേലിൽ പോയിട്ട് തെല്ലവീവിലേക്ക് പോകാൻ വേണ്ടി വണ്ടി എടുത്തിട്ട് പോയപ്പോ ഇസ്രായേലി പട്ടാളക്കാരെ തടയാണ്. ശനിയാഴ്ചയാണ്, ഇന്ന് പോകാൻ പറ്റില്ല. അവര് ഇംഗ്ലീഷും ഹിബ്രു ഒക്കെ സംസാരിക്കുന്നുണ്ട്, ദണ്ഡമുണ്ടം. അവര് പറയാണ് സോറി, അവരവരുടെ മതത്തിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത്. തെല്ലവീവിലേക്ക് നിങ്ങളെ ഇന്ന് പ്രവേശിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം. ഇന്ന് ശബ്ബത്താചരിക്കാം, ഇന്ന് അവിടെ ആരും പ്രവേശിക്കാൻ പാടില്ല. ഞങ്ങളുടെ നാട്ടുകാരുടെ ഇബാദത്തിന്റെ ദിവസമാണ്. ആലോചിച്ചു നിങ്ങള്, നല്ലൊരു വരുമാനമാണ് അവിടുത്തെ ടൂറിസം എന്ന് പറഞ്ഞാൽ. അതുപോലെ കൃഷി ഒക്കെ നല്ല വരുമാനമുള്ളതാണ്. എന്തെന്നുണ്ടെങ്കിലും ശരി, ശബ്ബത്ത് ആചരിക്കുന്ന ദിവസം അവരുടെ ചിട്ടവട്ടങ്ങൾക്കപ്പുറം ഒരടി അത് മുന്നോട്ട് വെക്കാൻ അവര് സമ്മതിക്കൂല. അതുകൊണ്ട് തന്നെ ലോകത്ത് ഈ ഒഴിവുണ്ടല്ലോ, ഇന്റർനാഷണൽ ഹോളിഡേസ് ഒക്കെ ആയി പ്രഖ്യാപിക്കപ്പെട്ടത് ശനി ഞായറുമായത് അതുകൊണ്ടാണ്. കാരണം അവർക്ക് മതവും മതത്തിന്റെ വിശ്വാസങ്ങളും കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളതുള്ളൂ. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല. നമ്മളതിന് എന്തെങ്കിലും മസാല ഉണ്ടാകും, അതിനെ വില കുറച്ച് കാണിക്കും മറ്റുള്ളവരുടെ മുന്നിൽ. ബാങ്ക് കൊടുക്കുമ്പോ എന്താപ്പോ ബാങ്ക് കൊടുക്കുമ്പോ വെച്ച് പള്ളികൾക്ക് പോകാത്തതെന്ന് അന്യമതത്തിൽപ്പെട്ട സഹോദരൻ ചോദിച്ചാൽ പോലും ഓനോട് 10 രൂപ പറയാന്നല്ലാതെ മറ്റൊന്നും ചോദിക്കും, ബാങ്ക് കൊടുത്തില്ല എനിക്ക് പള്ളികൾക്ക് പോണ്ടേ? അതൊന്നും സാറില്ല. അടുത്തൊരാളിനോട് ചോദിച്ചു, വെള്ളിയാഴ്ച 10 നിർബന്ധം ഉണ്ടോ പോകല് ചോദിച്ചു. 60-65 വയസ്സായിട്ട് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല ജുമാ നിർബന്ധമാണ്. ജുമാ നിർബന്ധമുണ്ടോ എന്നോട് ചോദിക്കാം. അല്ല, ഇത് പോകൽ നിർബന്ധമുണ്ടോ? നിങ്ങൾ എന്ത് മനസ്സിലാക്കിയെന്ന്? ആ നിർബന്ധമാണ്. പിന്നെ അടുത്ത വെള്ളിയാഴ്ച പോയി തോന്നുന്നുണ്ട്. നമുക്കറിയില്ല. നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ ഇരുന്നിട്ട് വീടിയും വലിച്ചിട്ട് ചായപ്പീടിയിൽ ഇരിക്കാൻ. അപ്പുക്കുട്ടന്റെയും കൃഷ്ണൻകുട്ടിയുടെ ഒക്കെ ചായപ്പീടി ഇരിക്കുമ്പോ ചോദിക്കും, അല്ല നിങ്ങൾക്ക് പള്ളികൾക്ക് കൊണ്ടാവും അപ്പളേന്ന് ചോദിച്ചാ, ഞങ്ങൾക്ക് കുറച്ചൊക്കെ വൈകിപ്പോയാലും മതി, ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ഹുത്തുബുണ്ടാവും, ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിച്ചുള്ളൂ, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി, ചായക്കെ നേരെ കൂട്ടിക്കോന്ന് കൊണ്ടുപോകാൻ അടുത്ത് അവിടെ ഇരുന്ന നമ്മൾക്ക് ആരാ വില കൽപ്പിക്ക കൂട്ടരെ? അതിന് ഉദാഹരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അധപ്പതിക്കാൻ കാരണം നമ്മൾ തന്നെയാണ്. നമുക്കിതിനോട് നല്ലൊരു കാഴ്ചപ്പാടില്ല. അതുകൊണ്ട് വെള്ളിയാഴ്ചത്തെ ജുമുഅയെ കൃത്യമായി അല്ലാഹു റസൂൽ ജുമുഅ ഒഴിവാക്കുന്നത്, അങ്ങനെ ആർക്കെങ്കിലും സ്വഭാവമുണ്ടെങ്കിൽ അത് അതിന് മാറി നിൽക്കണം. ജുമുഅ ഒഴിവാക്കരുത്. അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിൽ സീല് വെക്കും. 3 ജുമുഅക്ക് തുടർച്ചയായിട്ട് പോയിട്ടില്ലെങ്കിൽ അള്ളാഹു ഹൃദയത്തിൽ സീല് വെക്കും. പിന്നെ ഉളുപ്പുണ്ടാവില്ല എന്നർത്ഥം. 3 ജുമുഅ മുടങ്ങിയാൽ മതി, പിന്നെ 4ാമത്തെ ജുമുഅ ഓട്ടോമാറ്റിക് മുടങ്ങിക്കോളും. അത് അനുഭവമാണ്. ഞങ്ങളെപ്പോലത്തെ മൗലവിമാരോട് ഓരോരുത്തരെ വിളിച്ചു ചോദിക്കാണ്. ഫസ്റ്റ് ദിവസം പിണറായി മുഖ്യമന്ത്രി ഇനി ജുമുഅ വേണ്ടാന്ന് പ്രഖ്യാപിച്ചപ്പോ വിളിച്ച് കരയാൻ നല്ല മൗലവി. ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്ങനെ ഇതൊക്കെ സഹിക്ക? ആ മനുഷ്യന്മാര് 3 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോളിന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോ, മുഖ്യമന്ത്രി പറഞ്ഞപ്പോ അറബാനി ഉന്തിക്കൊണ്ട് ജുമയുടെ അടുത്ത് പള്ളിയിൽ പോയി അങ്ങനെ പോകണ്ടോ? എനിക്ക് ജുമ ഒരു വിലയില്ല. ഇങ്ങനത്തെ മനുഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ കുറച്ച് ചാണകപ്പൊടി അറബാനയിൽ ഇട്ടിട്ട് കൊറോണക്ക് തുടങ്ങിയ കൃഷി വെച്ച് നടക്കുകയാണ്. അങ്ങനെയാണ് 3 ജുമ. ആദ്യത്തെ ജുമക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. കുടുംബ ബന്ധങ്ങളും ക്ലാസ്സുകളും. ഒരു ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പോകുന്ന മതം പഠിക്കാൻ പോകുന്ന ഒരാൾ ഒരു 3 ആഴ്ച മുടങ്ങിയാൽ മതി. ആദ്യത്തെ ഒരാഴ്ച 2 ആഴ്ചക്ക് മുടങ്ങിയാൽ പ്രശ്നം ഉണ്ടാവും. ഒരു 3 ആഴ്ച മുടങ്ങിയാൽ അതൊക്കെ നിങ്ങൾ 3 ആഴ്ച ജുമഅക്ക് പോകായിരുന്നു നോക്കാണ്ടി 4ാമത്തെ ആഴ്ച പോകൂലങ്ങൾ. അല്ലാഹു പറഞ്ഞതാ, ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു സീൽ വെക്കും. കാരണം വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോയിട്ട് ഖുത്ബയിലൂടെ മനസ്സിനെ സംസ്കരിക്കണം. ഖുത്ബ എന്ന് പറഞ്ഞാൽ എന്തറിയോ? ഇന്റർനാഷണൽ പ്രസംഗങ്ങളൊന്നുമല്ല. അതിന് യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, സോഷ്യൽ മീഡിയകളുണ്ട്. അതിൽ നോക്കിയാൽ കിട്ടും. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് ഖുത്ബയെ കൂടി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഖുത്ബയിലെ ആളുകൾക്ക് അറിയാത്തത് ദീനാണ്. ദീൻ പറഞ്ഞു കൊടുക്കണം. അത് കൃത്യമായി കേൾക്കും. അതിനന്നലെ ഉറങ്ങാതെ നേരെ ഇരുന്നിട്ട് മൊബൈലൊന്നും നോക്കാതെ കൃത്യമായിട്ട് ഖുത്ബ കേൾക്കണം എന്ന് പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ്.
അതാണ് ഖുത്ബ എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറയുന്നത് കാന യഖറഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്. ഖുർആൻ ഓത ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക. അത് അവനാന് തിരിയണ ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിന്റെ റസൂല്, അത് കഴിഞ്ഞിട്ട് സഹാബത്ത് റളിയല്ലാഹു അൻഹും ഇവരൊന്നും നടത്തിയ ഒരു ജുമുഅ ഖുത്ബയും ശ്രോതാക്കൾക്ക് മനസ്സിലാവാതിരുന്നിട്ടില്ല. അതുകൊണ്ട് ലോകത്ത് എല്ലാ കിതാബിലും പണ്ഡിതന്മാർ എഴുതി വെച്ചു. ഷാഫിഈ മദ്ഹബിലും ഹനഫി മദ്ഹബിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഖുത്ബ എന്തായിരിക്കണം. അൻ തകൂനൽ ഖുത്ബതു ബലീഗത്തൻ മഫ്ഹൂമത്തൻ ലിഅക്സരിൽ ഹാളിരീന. അവിടെ കൂടിയ ഭൂരിഭാഗം ആളുകൾക്കും അറിയുന്ന ഭാഷയിൽ സാഹിത്യ സമ്പുഷ്ടമായിരിക്കണം ഖുത്ബ. എന്താ സാഹിത്യം എന്ന് പറഞ്ഞാൽ? എന്താ സാഹിത്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ ഇങ്ങനെ സുകുമാറയിക്കോടൊക്കെ പാടെ പ്രസംഗിക്കല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതാണ് സാഹിത്യം എന്ന് പറഞ്ഞാൽ. അതിനാണ് ബലീഗത്ത് എന്ന് പറയാ സാഹിത്യം. എന്നിട്ടോ ഇപ്പൊ നമ്മുടെ പള്ളികളില് യാതൊരു ഫൈദയും, ഒരുപാട് മസാജിദുഹാ ആമിറ ഫഹിയ ഖറാബുൻ ലിൽ ഹുദാ, നല്ല വിശാലമായ സുന്ദരമായ പള്ളികൾ. എന്താ കിട്ടുന്നത്? തറപ്രസംഗത്തിന്ന് അതിന്റെ പാടില്ല എന്ന് മൗലവിമാര് പറയുന്നുണ്ട്. എന്തെങ്കിലും കിട്ടിയെങ്കിൽ കിട്ടി, വേറെ എന്തിനാ പള്ളി? അവിടെയും ഒരു ഖുത്ബ ഗ്രന്ഥമാണ്. ഇബ്നു നുബാത്ത മിസ്രി എന്നറിയപ്പെടുന്ന പ്രശസ്തനായ ഒരു കവിയായിരുന്നു അദ്ദേഹം, ഒരു സാഹിത്യകാരനായിരുന്നു. അദ്ദേഹം എഴുതി വെച്ച ഒരു ഖുത്ബ ഇവിടെ നിന്ന് വായിക്കണോന്നും അറിയില്ല, കേൾക്കണോന്നും അറിയില്ല. കോട്ടയ്ക്ക് എന്റെ ഒരു സുഹൃത്ത് അറബി വന്നിട്ട് എന്നെ വിളിച്ച്, വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് ഞാൻ പോയി. അന്ന് ഞാൻ ഇവിടെ വളാഞ്ചേരി ഖുത്ബ നടത്തുന്നുണ്ട്. ഞാൻ ചോദിച്ചു ഏത് പള്ളിക്കാ ജുമയ്ക്ക് പോയത്? ഈ പള്ളിയിൽ. അവിടെ ഖുത്ബ അറബിയില, അതല്ല ഞങ്ങളെ മലബാരിയില? അവിടെ അറബിയില. എന്തേ പറഞ്ഞേ? വല്ലാഹി മാ ഫഹംനാ. ഞങ്ങൾക്കൊന്നും അറിഞ്ഞില്ല, അറബികൾക്കും അറിയില്ല, ഈ പറയണ മൊയ്ലിയർക്കും അറിയില്ല, ഇരിക്കുന്ന ശ്രോതാക്കൾക്കും അറിയണില്ല, കേൾക്കുന്ന അറബികൾക്ക് പോലും. ആള് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളൊന്നുമല്ല, അദ്ദേഹത്തിന് പോലും അറിയണില്ല, അറബികൾക്ക് പോലും അറിയാത്ത കട്ടുകെട്ടുപ്പ്. അതിനെന്താ? ബലീഗത്ത്, സാഹിത്യ സമ്പുഷ്ടായിരിക്കണം എന്നാണ്. അതൊന്നും മാറി വരുന്നുണ്ട്. ഇപ്പൊ വേറെ ഒരു വിഭാഗം ആളുകൾക്ക് ഒരു ഖുത്ബുണ്ട്. ഖുത്ബത്തു എന്താ നെല്ലിക്കുത്തി എന്ന് പറയുന്നത്. നെല്ലിക്കുത്തി ഇസ്മായിൽ മൗലവി എഴുതിണ്ടാക്കിയ ഒരു ഖുത്ബുണ്ട്. അതാണ് ചിലയിടത്തൊക്കെ ഇപ്പൊ വായിക്കുന്നത്. പിന്നെ കഴിവുള്ള ചില ഉസ്താദുമാര് അറബിയിൽ ഉണ്ടാക്കിയിട്ട് ചിലതൊക്കെ വായിക്കുന്നുണ്ട്, താഴത്ത് ചാർത്തും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. മിമ്പറിൽ നിന്നിട്ട് കൃത്യമായി അതിന്റെ അതബോട് കൂടി ആ വിഷയങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്താൽ അത് കേട്ടാ മനുഷ്യന്റെ മനസ്സിൽ മാറ്റം കണ്ടോ. അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യത്ലു അലൈഹിം ആയാതിഹി, ആയത്തോതി കൊടുക്കുമ്പോൾ യുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കുമ്പോൾ യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് ഹദീസും ഖുർആനും പഠിപ്പിച്ചു കൊടുക്കും. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കും, അത് വിശദീകരിച്ചു കൊടുക്കും. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിശദീകരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ യുക്തിവാദികൾ ഉണ്ടാവും. കണ്ടോടത്ത് വെച്ച് കാഫിറിനെ കൊല്ലണം എന്ന് ഖുർആനിൽ ആയത്തില്ലേ എന്ന് വെച്ചാൽ ആയത്തുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ആയത്തുണ്ട്. എപ്പോഴാ കൊല്ലേണ്ടത്, എവിടെ കൊല്ലേണ്ടത്, എങ്ങനെ കൊല്ലേണ്ടത് എന്നൊക്കെ വിശദീകരിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുക്കണം. അങ്ങനെ ആരും ചെയ്യണില്ല, അനുയായികൾ ചെയ്യണില്ല, ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ആയത്തില്ല, ഉണ്ടെങ്കിൽ തന്നെ വിശദീകരണം അതല്ല. അതെങ്ങനെ അറിയണം? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അവർ സംസ്കരിച്ചെടുക്കും. എന്നിട്ട് വയുഅല്ലിമുഹുൽ കിതാബ്, അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് വൽ ഹിക്മ, അതിന്റെ വ്യാഖ്യാനവും പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മുഅ്മിനീങ്ങളിൽ നിന്ന് നല്ല സ്വഭാവക്കാരായിട്ടുള്ള നല്ല മനുഷ്യന്മാരുണ്ടാവും. ഓരോ വെള്ളിയാഴ്ചയും മാറ്റം വരും. മനുഷ്യൻ തൗബ ചെയ്യും. അൽ ജുമുഅത്തു ഇലൽ ജുമുഅ കഫാറത്തുൽ ലിമാ ബൈനഹുന്ന. ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതൊക്കെ എന്ത് ചെയ്യും? ഇല്ലാതായി പോകും. അതുകൊണ്ട് ഖുത്ബ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. ഇത് ലോകത്ത് മദ്ഹബിന്റെ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. ലിഅക്സരിൽ ഹാളിരീന, കൂടിയവരിൽ ഭൂരിഭാഗം നോക്കണം എന്നാണ്. അതിന് പല വ്യാഖ്യാനായിട്ട് വരും. അപ്പൊ ന്യൂനപക്ഷത്തെ അവഗണിക്കുകയല്ലേ? അങ്ങനെയൊന്നുമല്ല. അല്ല, ഖുത്ബ മലയാളത്തിലാക്കണം എന്നാരും പറയുന്നില്ല. എല്ലാവരും ഇംഗ്ലീഷുകാരാണെങ്കിൽ അവിടെ ഖുത്ബ നടത്തേണ്ടത് ഇംഗ്ലീഷിലാണ്, സംശയമല്ല. എല്ലാവരും ഉറുദുക്കാരാണെങ്കിൽ അവിടെ ഖുത്ബ നടത്തേണ്ടത് ഉറുദുയിലാണ്. അല്ല, ഖുത്ബ മലയാളത്തിലാക്കുക എന്നതല്ല. പിന്നെന്താ ഖുത്ബ അറബിയിൽ വേണം എന്നത് ഖുത്ബയുടെ ഫർളല്ലേ എന്നൊരു ചോദ്യം. അർക്കാനുൽ ഖുത്ബ,
എവിടെ പരിശോധിച്ച് നോക്കിയാലും അതിൽ കാണാം അന്തകൂന അറബിയതൻ. ഖുത്ബക്ക് മര്യാദകളുണ്ട് എന്നിവിടെ പറഞ്ഞ പോലെ ഹംദും സലാത്തും കാര്യങ്ങളൊക്കെ ചെല്ലണം. അതേപോലെ തന്നെ ഖുത്ബത്തുൽ ഹാജ നിർവഹിക്കണം. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യണം, അള്ളാഹനെ സൂക്ഷിക്കണം എന്ന് പറയണം. ഖുത്ബയിൽ ഒരായത്ത് നിർബന്ധമായിട്ടും ഒരായത്തെങ്കിലും ഓതണം. അറബിയായിരിക്കണം. അറബിയായിരിക്കണം എന്താ പറഞ്ഞത്? അത് അർക്കാനുൽ ഖുത്ബത്ത് മാത്രം അറബിയിൽ മതി. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലെങ്കിൽ യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ് ഊസീകും ബിത്തഖ്വല്ലാഹ്, അങ്ങനെ എന്തെങ്കിലും ഒരു തഖ്വന്റെ വാക്കും പറഞ്ഞാൽ മതി. പിന്നെന്തായിരിക്കണം? പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഗൈരിൽ അർക്കാനി എന്ന് കാണാൻ സാധിക്കും. അർക്കാൻ മാത്രം, ഖുത്ബയുടെ ഫർള് മാത്രം അറബിയിൽ, അതും അറബി പറഞ്ഞില്ലെങ്കിൽ ഖുത്ബ സഹിയാവൂല, ബാത്തില. അല്ലാത്ത കാര്യങ്ങൾ കാര്യമായിട്ട് അതിലുള്ളത് വഅലാണ്. ഖുത്ബയിൽ വഅലുണ്ടായിരിക്കണം എന്നാണ്. എന്താ ഖുത്ബയിൽ വഅലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാല്? ഖുത്ബയിൽ ഉപദേശമുണ്ടാവണം, എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനുണ്ടാവണം, അത് ശ്രദ്ധിച്ച് കേൾക്കുകയും വേണം. അൽ ഇസ്തിമാഉ ഇലൽ ഖുത്ബ, ഖുത്ബയിൽ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും വേണമെന്നാണ്. അത് കേട്ടിട്ട് പരമാവധി നമ്മൾ ജീവിതത്തിൽ നടപ്പാക്കുകയും വേണം. അപ്പൊ ലോകത്തുള്ള എല്ലാവരും പറഞ്ഞത് മഫ്ഹൂമത്തൻ ബലീഗത്തൻ എന്നാണ്. ബലീഗത്തൻ എന്ന് പറഞ്ഞാൽ സാഹിത്യ സമ്പുഷ്ടം എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ പറയാൻ പാടില്ല, ജനങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കണം. അതെന്തിനാണെന്നറിയോ? ഈ ഖുത്ബയിലൂടെയാണ് കൃത്യമായ സംസ്കാരം കിട്ടുക. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, നിങ്ങൾ ഈ ഖുത്ബ കേൾക്കാൻ വരണം. അല്ലാഹു റസൂൽ പറഞ്ഞു, പള്ളിയുടെ വാതിലുള്ള മലായികത്ത് പോലും ഖുത്ബ ശ്രവിക്കാനിരിക്കും, പിന്നെ വന്നാൽ പ്രതിഫലം കിട്ടൂല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മളോടൊരു ബഹുമാനമാണ്. നമ്മുടെ പള്ളി അത് വെള്ളിയാഴ്ച ദിവസം ഇതിന്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് ആർക്കെങ്കിലും വേണ്ടിയിട്ട് ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ. അപ്പ മീറ്റിംഗ് വെച്ചാൽ പറ്റൂല, എനിക്കിത് പങ്കെടുക്കേണ്ടതാണ്, ഇതിന്റെ മതപരമായ ഒരു ബാധ്യതയാണ്. നമ്മുടെ ഭരണഘടന അതിനുള്ള അവകാശം നമുക്ക് തരുന്നുണ്ട്, ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല. സ്കൂളുകളിലാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും ഒക്കെ അവധി ടൈമുകളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം ആരാണ്? പ്രശ്നം നമ്മളാണ്. നമ്മൾ അലംഭാവം കാണിക്കുകയാണ്. നിസ്കാരം അല്ല പ്രധാനം, നിസ്കാരമല്ല പ്രധാനം. ആദ്യം ഖുത്ബ നടന്നിരുന്നത് നിസ്കാരത്തിന്റെ ശേഷമായി, പെരുന്നാളിന്റെ പോലെ 2 റക്അത്ത് പിന്നെ നിസ്കരിക്കും, എന്നിട്ട് ഖുത്ബ നടത്തും. 2 ഖുത്ബ നടത്തും. ഈ 2 ഖുത്ബയിൽ ഒന്ന് ഇരിക്കുമാണ് അതിന്റെ ഇടയിൽ. 2 ഖുത്ബയിട്ട് അങ്ങനെ നടത്താം, ചെറിയ കാര്യമായിട്ട് അങ്ങനെ ഹ്രസ്വമായിട്ട് നടത്തണമെങ്കിൽ അങ്ങനെ നടത്താം, അതൊന്നും വിരോധമില്ല. ആദ്യം അങ്ങനെ ആയിരുന്നു. പക്ഷേ അപ്പൊ ഒരു സംഭവം ഉണ്ടായി. അതാണ് സൂറത്തുൽ ജുമുഅയുടെ 9 കഴിഞ്ഞ് 10 ആയത്ത് അങ്ങനെ പറഞ്ഞു, വൈദാ റഔ തിജാറതൻ ഔ ലഹവൻ. ഒരു തിജാറത്ത് കണ്ടാൽ, ഒരു കച്ചവടം വരുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ വല്ല വിനോദത്തിലും ഏർപ്പെടുന്നത് കണ്ടാൽ, ഇൻഫല്ലൂ ഇലൈഹാ, അവരെല്ലാവരും അതിലേക്ക് പോകും. താങ്കൾ നിൽക്കുന്ന രൂപത്തിൽ താങ്കൾ അവരെ വിട്ടേച്ചു പോകുന്ന. പള്ളിയിൽ വെള്ളിയാഴ്ച ഇമാം ഖുത്ബ നിർവഹിക്കേണ്ടത് നിന്നിട്ട് തന്നെ വേണം എന്നതിന്റെ തെളിവതാണ്. തങ്ങൾ നിന്നിട്ടായിരുന്നു ഖുത്ബ നടത്തിയത്. ബാക്കിയുള്ള ക്ലാസ്സും അതൊക്കെ വേണമെങ്കിൽ ഇരുന്നിട്ട് നടത്താം. വെള്ളിയാഴ്ചത്തെ പ്രസംഗത്തില് ഇമാമ് നിന്നിട്ട് പ്രസംഗിക്കണം, നിസ്കാരത്തിന്റെ ഭാഗമല്ല. ഇപ്പൊ ഖുത്ബ കേൾക്കണമെങ്കിൽ എന്ത് വേണ്ട? ഒളു വേണ്ട. ഖുത്ബ കേൾക്കണമെങ്കിൽ ഒളു വേണ്ട, നിസ്കരിക്കണമെങ്കിൽ ഒളു വേണം. നിസ്കാരം അള്ളാഹ്നോടാണ്, ഖുത്ബ മനുഷ്യന്മാരോടാണ്. നിസ്കാരം പടിഞ്ഞാട്ട് ഖിബലക്ക് ഇരിഞ്ഞിട്ടാണ്, ഖുത്ബ കിഴക്കോട്ട് ഇരിഞ്ഞിട്ടാണ്. നിസ്കാരം പോലെ തന്നെ കണക്കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിൽക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞു, നിസ്കാരത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുക, അങ്ങനെ അവർ വിചാരിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെ. പെരുന്നാക്കും നമ്മൾ ചില ആളുകൾ അങ്ങനെയാണ്. വെള്ളിയാഴ്ച ദിവസം ഖുത്ബക്ക് പ്രാധാന്യം കൊടുക്കണം. നിസ്കാരത്തിന്റെ അവസാനം വന്ന് ചേർന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് 1 റക്അത്തെങ്കിലും കിട്ടിയാൽ അടുത്ത 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി, ഇല്ലെങ്കിൽ പിന്നെ ളുഹറായിട്ട് നിസ്കരിക്കണം എന്നാണ്. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജുമുഅ ഇല്ല,
മനസ്സിലാക്കേണ്ട ഒരു വിഷയം. യാത്രക്കാരൻ ളുഹുർ അസ്ർ നിസ്കരിക്കണം. ഇപ്പൊ വെള്ളിയാഴ്ച ദിവസം ഹജ്ജ് വന്നാൽ, അറഫ വന്നാൽ, അറഫയിൽ ജുമുഅ ഇല്ല, അറഫയില് ളുഹുറുള്ളൂ, പിന്നെ 2 റക്അത്ത് അസ്ർ. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസം ളുഹറിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ജുമുഅയുടെ കൂടെ അസറിനെ ജമ്മാക്കാൻ പറ്റൂല. ഭൂരിഭാഗം പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അസർ നമുക്ക് വെള്ളിയാഴ്ച ദിവസം ഒരു വഴിക്ക് യാത്ര പോകുന്നുണ്ടെങ്കിൽ യാത്ര പോവുക, അവൻ ളുഹുർ അസർ നിസ്കരിച്ചാൽ മതി, ജുമുഅ നിസ്കരിക്കണ്ട. യാത്രക്കാരന് ജുമുഅ നിർബന്ധമല്ല. അങ്ങനെ ജുമുഅ നിസ്കരിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യണ്ട, അസർ നിസ്കരിക്കണ്ട, അസർ വേറെ തന്നെ നിസ്കരിക്കാം. അസറിന്റെ സമയമാവുമ്പോ നിസ്കരിക്കണം എന്നതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ വെള്ളിയാഴ്ചത്തെ യാത്ര ഒഴിവാക്കാം, അല്ല നിർബന്ധമാണെങ്കിൽ ഇങ്ങനെയൊക്കെ കുറെ മസാലകളുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ഏതായിരുന്നാലും റസൂലുള്ളാഹി നിസ്കരിക്കുമ്പോ മദീനത്ത് നിസ്കരിക്കുമ്പോ ദിഹ്യത്തുൽ കൽബി, അത് വലിയ ക്ഷാമുള്ള ദിവസമാണ്. ദിഹ്യത്തുൽ കൽബി എന്ന് പറഞ്ഞ ഏറ്റവും പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരനായിരുന്നു ആ കാലഘട്ടത്തിൽ. അത് നമ്മുടെ നാട്ടിലൊക്കെ പറയും പോലെ അദ്ദേഹം കുറച്ച് സാധനങ്ങൾ കയറ്റി വന്നു. കൂട്ടത്തിൽ ലഹു ഉണ്ടായിരുന്നു. കച്ചവടക്കാർ വരുമ്പോ എന്തുണ്ടാവും, ഇല്ലേ, ബന്ധുലടിയും കച്ചവടക്കാരൊക്കെ പരസ്യം, ഒരു കൊട്ടും സിംഗാരി മേളൊക്കെ പാടെ വെച്ചിട്ട്, അതുപോലെ ഒരു മേളൊക്കെ പാടെ വെച്ച് അവർ വന്നപ്പോ ഖുതുബയൊന്നും ഓർക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഒക്കെ നീച്ചാണ് പോയി. ഇത് കണ്ടപ്പോ അതിലേക്കാണ് പോയി. ഇതിൽക്കാർ രസം ഉണ്ടാവുമല്ലോ, കൊട്ടും കോയിലൊക്കെ പാടെ കാണാൻ. കച്ചവടമല്ലേ, ബിസിനസ് അല്ലേ, ലാഭത്ത് കിട്ടും ചെയ്യും. നബിന്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. നബിന്റെ അടുത്ത് അഭിപ്രായ വ്യത്യാസമൊക്കെ 12ഓളം ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ, അല്ല 14, അല്ല 34 എന്നൊക്കെ അഭിപ്രായങ്ങൾ. ബാക്കി എല്ലാരും പോയി. കൂട്ടത്തിൽ 2 പെണ്ണുണ്ടായിരുന്നു. നമ്മളിപ്പം തർക്കം തീർന്നിട്ടില്ല, പോവാൻ പറ്റൂല്ല. അവരെല്ലാവരും അതിലേക്ക് പോകും. നീ അവിടെ നിൽക്കുന്ന രൂപത്തിൽ തന്നെ നിന്നെ അങ്ങനെ വിട്ടേച്ചു പോകുന്നു. എല്ലാവരും നീ ചോയി, ബാക്കി ആരുമില്ല. വളരെ കുറച്ച് ആളുകളെ ഇത് കേൾക്കാൻ പിന്നെ ഉള്ളൂ, ഖുതുബ കേൾക്കാൻ. ആ 12 ആളുകളിൽ തന്നെ 10 ആളുകൾ അൽ അശ്റത്തുൽ മുബശ്ശിറൂന ബിൽ ജന്ന എന്നറിയപ്പെടുന്ന 10 ആളുകളായിരുന്നു എന്നാണ്. ആലോചിച്ചോക്കി, അവര് വെറുതെ എല്ലാവർക്കും സ്വർഗം കിട്ടി. 4 ഖലീഫമാർ. ഇമാം ബൂസീരി തന്റെ ബുർദയിൽ വളരെ ഭംഗിയായിട്ട് ആ കാര്യം പറയുന്നുണ്ട്. സുമ്മ റിളാ അൻ അബീ ബക്രിൻ വഅൻ ഉമറ വഅൻ അലിയിൻ വഅൻ ഉസ്മാൻ ദിൽ കറമി സഅദിൻ സഈദിൻ സുബൈറിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നു ഔഫിൻ അശ്റിൽ കറമീന. 10 ആളുകളുടെ പേരാണ്. 4 ഖലീഫമാര്: സഅദ് ഇബ്നു അബി വഖാസ്, സഈദ് ഇബ്നു സൈദ്, സുബൈർ ഇബ്നുൽ അവ്വാം, തുൽഹത്ത് ഇബ്നു ഉബൈദില്ല, അബൂ ഉബൈദത്തുൽ ജറാഹ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തുടങ്ങിയിട്ടുള്ള ആ 10 ആളുകള് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ ദാരിദ്ര്യം കുറിച്ചവരുടെ കൂട്ടത്തിലുണ്ട്, വലിയ മുതലാളിമാരുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ടും അവർ റസൂലുള്ളാഹിന്റെ ഖുതുബക്ക് പ്രാധാന്യം കൊടുത്ത് അത് കേൾക്കാൻ അവിടെ ഇരുന്നു എന്നാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്നില്ലായിരുന്നുവെങ്കിൽ, എല്ലാവരും എഴുന്നേറ്റ് പോയിരുന്നുവെങ്കിൽ ഈ വാദിയെ അള്ളാഹു ചുട്ട് കരിക്കുമായിരുന്നു എന്നാണ്. ആ ഗൗരവങ്ങൾ ആലോചിച്ചു നോക്കൂ. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. വഇദാ റഔ തിജാറതൻ ഔ ലഹവൻ ഫല്ലു ഇലൈഹാ വതറകൂക ഖായിമാ ഖുൽ, നബി പറഞ്ഞു കൊടുക്കുക, മാ ഇൻദല്ലാഹ് ഖൈറും മിനൽ ലഹ്വി വമിനൽ തിജാറ, അല്ലാഹുവിന്റെ അടുത്തുള്ളതാണ് ഈ വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഒക്കെ നല്ലത്. വല്ലാഹു ഖൈറുർ റാസിഖീൻ, നിങ്ങൾക്ക് റിസ്ക് തരുന്നവൻ അല്ലാഹുവാണ്. ഈ ഒരു ബോധം ബിസിനസ്സുകാർക്ക് ഉണ്ടാവണം. ഞാൻ പറഞ്ഞു, മീൻപിടുത്തക്കാരുടെ ചരിത്രം. എപ്പോ ബാങ്ക് കൊടുത്തോ അതുവരെ ബർദ്ധരിക്കണ പീടികയിലും ബാങ്ക് കൊടുത്താൽ ഒരു ചങ്ങായി വരും, ഒരു കസ്റ്റമർ വരും. മീൻ വരുന്ന പോലെ. മീൻ അന്ന് വന്നിരുന്നില്ലേ, വെള്ളിയാഴ്ച ശനിയാഴ്ച മീൻ പിടിക്കാൻ എപ്പോഴും മീൻ കിട്ടൂല. അന്ന് ഇവര് പോകുമ്പോ മീൻ ഇഷ്ടം പോലെ ഷുറായിട്ട് വരും. ഒരു രാവിലെ ഒരു ചായയും കടിയും ചെലവാകാത്ത ഒരു കച്ചവടക്കാരന്റെ ചായപ്പീടികൾക്കും ബാങ്ക് കൊടുത്ത ഒരാൾ വരും, ഒരു ചായന്റെ അടിക്കാരൻ. അപ്പൊ എടുത്തു കൊടുക്കാൻ നോക്കാം. ഇന്ന് നേരം വെളുത്തിട്ട് ആദ്യം കിട്ടുന്ന കസ്റ്റമറാണ്. അള്ളാന്റെ പരീക്ഷണമായിരിക്കാം. നമ്മൾ വേണ്ടത് സമയമായ കട അടക്കുക. ഒരു 5 മിനിറ്റ് നേരത്തെ അടച്ചിട്ട് ഒന്നും നഷ്ടമാവില്ല. അത്രയും പൈസ എവിടെങ്കിലും നമുക്ക് ലാഭം കിട്ടും. ഒന്നുമില്ലെങ്കിൽ ആശുപത്രിയിലോ എവിടെങ്കിലും ലാഭം കിട്ടും. പെട്ടെന്ന് കിട്ടൂല എന്നുള്ളൂ. നേരത്തെ കഴിഞ്ഞ ആഴ്ച പറയാം, ഒട്ടകത്തിന്റെ കാര്യം പെട്ടെന്ന് ദുനിയാവ് തന്നെ കിട്ടൂല എന്നുള്ളൂ.
അത് കിട്ടും, നമുക്ക് എങ്ങനെയും കിട്ടും, പക്ഷെ നമ്മൾ അറിയില്ല. അതാണ് അള്ളാന്റെ അടുത്ത് നിങ്ങൾ ഖുത്ബക്ക് പോയിട്ട് പള്ളിയിൽ പോയിട്ട് ഖുത്ബ കേട്ടാൽ അള്ളാന്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഖൈറും മിനൽ ലഹ്വി വ മിനത് തിജാറ, നിങ്ങളുടെ വിനോദങ്ങളിലേക്കാളും കച്ചവടത്തെക്കാളും ലാഭമുള്ളതായിരിക്കും. വല്ലാഹു ഖൈറുർ റാസിഖീൻ, അല്ലാഹു തആല ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവനാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് വെള്ളിയാഴ്ചയുടെ ജുമുഅ, വെള്ളിയാഴ്ചയുടെ ഖുതുബ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും നേരത്തെ വരിക, അതിന്റെ പ്രതിഫലം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു. ഇവിടെ പറയുന്നത് എന്തും ഒഴിവാക്കിയിട്ട് വെള്ളിയാഴ്ചയിലെ ഖുതുബ കേൾക്കണം എന്ന് തന്നെയാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. അതെന്തിന്? മാനസികമായി നമുക്ക് നമ്മളാവാൻ, ഒരു സംസ്കാരം, നമ്മുടെ സംസ്കാരം നമ്മൾ മനസ്സിലാക്കാൻ, നമ്മുടെ മനസ്സ് നന്നാവാൻ, മനസ്സിന് തസ്കിയത്ത് കിട്ടാൻ ഒക്കെ ആവശ്യമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. ബഹുമാന്യരെ, വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വന്നാൽ തഹിയ്യത്ത് നിസ്കരിക്കണം എന്നതാണ്. നേർക്ക് നേരെ ഇമാം അല്ലാത്തവര് നേർക്ക് നേരെ വന്ന് പള്ളിയിൽ ഇരിക്കാൻ പാടില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടക്കുമ്പോൾ, ഖുതുബക്ക് സുതാര്യമാണ്, വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, പറയൊക്കെ ചെയ്യാം. അതൊരു അച്ചടക്ക വിരുദ്ധം എന്ന നിലക്കാണ് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കാത്തത്. ഖുതുബന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ഇമാമിന് ഉണർത്താം, മറ്റുള്ളവർക്ക് ഉണർത്താൻ പാടില്ല. ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരോട് സലാം പറയാനോ ബുദ്ധിമുട്ടിക്കാനൊന്നും പാടില്ല. അതുപോലെ തന്നെ രണ്ടാളുടെ കാലിങ്ങനെ മാറ്റിവെച്ച് മുന്നിലേക്ക് കയറി വരാനും പാടില്ല. സദസ്സിന്റെ മര്യാദയാണ് പറയുന്നത്. പക്ഷെ വന്ന തഹിയ്യത്ത് നിസ്കരിച്ചിട്ട് ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ള. ഒരിക്കൽ വൈകി വന്നു. സലീഖ് അൽ ഖത്ഫാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വൈകി വന്നപ്പോൾ അവിടെ ഇരുന്നു. വന്നപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഹൽ സല്ലൈത, നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല. അപ്പൊ അല്ലാഹു റസൂലിന് ഖും ഫസല്ലി റകഅത്തൈനി സുമ്മ ജ്ലിസ്, എഴുന്നേൽക്ക്, ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു. അത് തഹിയ്യത്തുൽ മസ്ജിദാണ്. അപ്പൊ വെള്ളിയാഴ്ച ദിവസം വന്നാല് തഹിയ്യത്ത് നിസ്കരിക്കും. ബാങ്ക് കൊടുക്കുകയാണെങ്കിലും നിസ്കരിക്കുക വേണ്ടത്. വേഗം തഹിയ്യത്ത് നിസ്കരിച്ചിട്ട് ഖുത്ബ തുടങ്ങുന്നതിന്റെ മുമ്പേ നിസ്കാരം അങ്ങനെയാണ്, സ്പീഡിൽ നിസ്കരിക്കാം, വിരോധമല്ല. വേഗം 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചിട്ട് ബാങ്ക് കഴിയാൻ കാത്തു നിൽക്കരുത്. അവിടെ ബാങ്കിനേക്കാൾ പ്രധാനം ഖുത്ബയാണ്. അങ്ങനെയുണ്ട്, ബാങ്കിനേക്കാളും പ്രധാന ഖുത്ബയാണ്. അപ്പൊ ബാങ്കിന് ഇജാബത്ത് ചെയ്യുന്നതിന് പകരം വേഗം നിസ്കരിക്കുക. ബാങ്ക് കൊടുത്തോട്ടെ, കുഴപ്പമില്ല. ചില ആളുകളെ ബാങ്ക് കൊടുക്കോളം അങ്ങനെ കാത്തുക്കണ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയിൽ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഫില്ലായിട്ടുണ്ടാവും. എന്നാലും വൈകി വരികയാണെങ്കിൽ ബാങ്ക് കൊടുക്കോളം കാത്തുക്കേണ്ട ആവശ്യമില്ല. വേഗം 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഖുത്ബയിലേക്ക് തന്നെ വരിക എന്നതാണ് അതിന്റെ മര്യാദ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ ജുമുഅക്ക് മുമ്പുള്ള സുന്നത്തില്ല, ജുമുഅക്ക് ശേഷമാണ് സുന്നത്തുള്ളത്. നമ്മുടെ സാധാരണ മറ്റേ പള്ളികളിലൊക്കെ കാണാം, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പാടെ നീച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കണ്ടാവും. അങ്ങനെയല്ല. ജുമുഅന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തില്ല, ളുഹറിന്റെ മുമ്പാണ് സുന്നത്തുള്ളത്. നമ്മൾ 4 റക്അത്ത് സുന്നത്തൊക്കെ പഠിച്ചു. പക്ഷെ ജുമുഅക്ക് സുന്നത്തുള്ളത് ജുമുഅന്റെ ശേഷമാണ്. ജുമുഅന്റെ ശേഷം വീട്ടിൽ പോയി നിസ്കരിക്കുകയാണെങ്കിൽ 2 റക്അത്ത്, പള്ളിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ സൗകര്യമുള്ളവർക്ക് 4 റക്അത്ത്. അതാണ് അതിന്റെ പരിപൂർണ രൂപം. മനസ്സിലായില്ലേ? ജുമുഅ കഴിഞ്ഞിട്ട് ജുമുഅന്റെ ശേഷം പള്ളിയിൽ തന്നെ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം, സമയവും സൗകര്യമുള്ളവർക്ക്. വീട്ടിൽ പോയിട്ടാണ് യഥാർത്ഥത്തിൽ ഉത്തമം. എത്തുമെങ്കിൽ വീട് അടുത്തൊക്കെ ആണെങ്കിൽ വീട്ടിൽ പോയിട്ടാണ് ജുമുഅന്റെ ശേഷമുള്ള സുന്നത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിച്ചത്. അപ്പൊ 2 റക്അത്തായിരുന്നു നിസ്കരിച്ചിരുന്നത് എന്നാണ്. ജുമുഅ കഴിഞ്ഞാൽ അത്യാവശ്യമുള്ളവർക്ക് പോകും ചെയ്യാം, ഒരു വിരോധമില്ല. അവർ പറഞ്ഞിട്ടുണ്ട്, ഫൈദാ ഖുലിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പോയിക്കോളി, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അതേ സ്പീഡിൽ തന്നെ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പോയിക്കോളി, ഒരു പ്രശ്നമില്ല. പിന്നെ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ, ചെല്ലാളൊക്കെ നടന്നു പോകുമ്പോൾ ചെല്ലിയാൽ മതി. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ്. ഒഴിവ് ഇല്ലാത്തവർ, അർജന്റ് ഉള്ളവർ അല്ല, പ്രശ്നം ഇതൊന്നും ഇല്ലെങ്കിൽ ജുമുഅ കഴിഞ്ഞാൽ ഇരുന്നിട്ട് ആ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് ഒക്കെ ചൊല്ലിയിട്ട് പോകലാണ് അതിന്റെ ഭംഗി. അപ്പോഴേ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ ഒരു നല്ല നിലക്ക്, ആ ക്രിസ്ത്യാനികളൊക്കെ അവരുടെ ഞായറാഴ്ചയെ കാണുന്നത് പോലെ, യഹൂദികള് ശനിയാഴ്ചയെ കാണുന്നത് പോലെ,
അതിനേക്കാൾ ഉത്തമമായിട്ടായിരിക്കണം ഒരു മുഅ്മിനീങ്ങൾ വെള്ളിയാഴ്ചയെ കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും വെള്ളിയാഴ്ചയെ ആദരിക്കും, നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളായാൽ, നമ്മളെ ബഹുമാനിച്ചാൽ, നമ്മുടെ മതങ്ങളെ, മതചിഹ്നങ്ങളെ നമ്മൾ ആദരിച്ചാൽ മറ്റുള്ളവരും ഓട്ടോമാറ്റിക്കലി നമ്മളെ ആദരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.